ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട 15 ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി സെക്കൻഡ്. മൈത്രി സെക്കൻഡ് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ 2032 കൂടിയിട്ട് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി സെക്കൻഡ്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് മോഡലിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിലവിലെ ഗവേഷണ കേന്ദ്രങ്ങൾ, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ നിലവിലെ ഗവേഷണ കേന്ദ്രങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? മൈത്രി ഭാരതി. മൈത്രി ഭാരതി ഓർത്തിരിക്കുക. നിലവിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി ഭാരതി. അപ്പോൾ മൈത്രി ഏത് വർഷമാണ്? 1988 കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഭാരതി 2012. ഭാരതി 2012. അപ്പോൾ ആദ്യത്തേത് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ്. ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് ദക്ഷിണ ഗംഗോത്രിയാണ്. ഇനി ഏത് വർഷമാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്? 1983. 1983 ദക്ഷിണ ഗംഗോത്രി കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദക്ഷിണ ഗംഗോത്രി നിലവിൽ പ്രവർത്തനം ഇല്ല അല്ലേ? ഏത് വർഷമാണ് പ്രവർത്തനം നിർത്തിവെച്ചിട്ടുള്ളത്? 1990. 1990 ദക്ഷിണ ഗംഗോത്രിയുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഏതൊക്കെയാണ്? മൈത്രിയും ഭാരതിയുമാണ്. അപ്പോൾ ഇന്ത്യയുടെ 4ാമത്തെ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി സെക്കൻഡ്. പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്പേസ് എക്സ് സ്ഥാപകനായ എലോൺ മസ്ക് സ്ഥാപിച്ച AI എൻസൈക്ലോപീഡിയ. സ്പേസ് എക്സ് സ്ഥാപകനായ എലോൺ മസ്ക് സ്ഥാപിച്ച AI എൻസൈക്ലോപീഡിയ ചോദിച്ചാൽ അത് ഗ്രോക്ക് പീഡിയയാണ്. ഗ്രോക്ക് പീഡിയ. എലോൺ മസ്ക് സ്ഥാപിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്ക് പീഡിയ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? സുശീല കാർക്കി. സുശീല കാർക്കിയാണ് നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റിട്ടുള്ളത്. അപ്പൊ നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. പഠിച്ചു വെക്കുക. നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. ഫസ്റ്റ് കേട്ടോ. നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ്. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്നു സുശീല കാർക്കി. അപ്പോൾ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കാർക്കിയാണ്. 4ാമത് ചോദ്യം നോക്കാം. ആസിയാൻ കൂട്ടായ്മയിൽ അംഗമായ 11ാമത് രാജ്യം. ആസിയാൻ കൂട്ടായ്മയിൽ അംഗമായ 11ാമത് രാജ്യം ചോദിച്ചാൽ ഏതാണ്? തിമോർ ലെസ്റ്റെ. 2025 ആസിയാൻ കൂട്ടായ്മയിൽ അംഗമായ 11ാമത് രാജ്യമാണ് തിമോർ ലെസ്റ്റെ. അപ്പോൾ ആസിയാൻ എന്നതിൻ്റെ പൂർണ്ണനാമം ചോദിച്ചാൽ എന്താണ്? ആസിയാൻ എന്നതിൻ്റെ പൂർണ്ണനാമം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് എന്നതാണ് ആസിയാൻ എന്നതിൻ്റെ പൂർണ്ണനാമം. ഒന്നുകൂടെ പറയാം. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് എന്നതാണ് ആസിയാൻ എന്നതിൻ്റെ പൂർണ്ണനാമം. അപ്പോൾ 2025 ആസിയാൻ കൂട്ടായ്മയിൽ അംഗമായ 11ാമത് രാജ്യമാണ് തിമോർ ലെസ്റ്റെ. ഇനി ചോദിക്കാം 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത്. 2025 47ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്?
മലേഷ്യയാണ്. കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് മലേഷ്യയാണ്. അപ്പോൾ 2025 ആസിയാൻ കൂട്ടായ്മയിൽ അംഗമായ 11ാമത് രാജ്യം തിമോർ ലെസ്റ്റെ. 5ാമത്തെ ചോദ്യം നോക്കാം. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ചോദിച്ചാൽ അത് ഛത്രപതി സാംഭാജി നഗർ സ്റ്റേഷൻ എന്നതാണ്. ഛത്രപതി സാംഭാജി നഗർ സ്റ്റേഷൻ. ഛത്രപതി സാംഭാജി നഗർ സ്റ്റേഷൻ എന്നതാണ് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. 6ാമത്തെ ചോദ്യം നോക്കാം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 2023 55ാമത്. രണ്ട് രീതിയിലും ചോദിക്കാം. 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ മോഹൻലാലാണ്. സമ്മാന തുക ചോദിച്ചാൽ എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ സമ്മാന തുക. അപ്പോൾ 2023 ജേതാവ് മോഹൻലാലാണ്. ഇനി 54ാമത് PSCയിൽ ചോദിച്ചിട്ടുണ്ട്. 54ാമത് ജേതാവ് ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തി പഠിച്ചു വെക്കുക. മിഥുൻ ചക്രവർത്തി 54ാമത് പുരസ്കാര ജേതാവ്. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ മിഥുൻ ചക്രവർത്തിയാണ്. അതുപോലെ PSCയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളികൾ. അപ്പോൾ 2 പേർക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്. 2004 ആർക്ക് ലഭിച്ചു? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ പഠിച്ചു വെക്കുക. 2 പേർക്കാണ് മലയാളത്തിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2004 അടൂർ ഗോപാലകൃഷ്ണനും 2023 മോഹൻലാലിനും. ഓർത്തിരിക്കണം, 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ളത്. 7ാമത്തെ ചോദ്യം നോക്കാം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത്. ഒന്നുകൂടെ പറയാം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത് ആരാണ്? ദീപിക പദുക്കോൺ. ദീപിക പദുക്കോണാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത്. 8ാമത്തെ ചോദ്യം നോക്കൂ. ഇതാണ് എൻ്റെ ജീവിതം. ഇതാണ് എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? പഠിച്ചു വെക്കുക. ഇതാണ് എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? EP ജയരാജ്. EP ജയരാജിന്റെ ആത്മകഥയാണ് ഇതാണ് എൻ്റെ ജീവിതം. ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ. ത്രിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി. അപ്പോൾ നിലവിലെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? നിലവിലെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആരാണ്? ഹരിണി അമരസൂര്യ. ഹരിണി അമരസൂര്യയാണ് നിലവിലെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി. അപ്പോൾ ത്രിദിന സന്ദർശനത്തിനായിട്ട് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായ ഹരിണി അമരസൂര്യ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, നിലവിലെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. 10ാമത്തെ ചോദ്യം നോക്കാം. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി ചോദിച്ചാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആണ് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി. ഏതൊക്കെയാണ് 3 പ്രധാന അവയവങ്ങൾ? ഹൃദയം, വൃക്ക, ശ്വാസകോശം. ഹൃദയം, വൃക്ക, ശ്വാസകോശം എന്നിവയാണ് 3 പ്രധാന അവയവങ്ങൾ. അപ്പോൾ ഒരേ സമയം 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി ചോദിച്ചാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്. 11ാമത്തെ ചോദ്യം നോക്കാം. മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളി. മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ. അപ്പോൾ നിലവിലെ
ഡയറക്ടർ ചോദിച്ചാൽ ആരാണ്? PV ഉഷാകുമാരിയാണ്. PV ഉഷാകുമാരി. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് PV ഉഷാകുമാരി. അതുപോലെ തന്നെ മലയാളി കൂടിയാണ്. അപ്പോൾ മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളിയാണ് PV ഉഷാകുമാരി. ഇനി അവരുടെ സ്വദേശം ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സ്വദേശിനിയാണ് PV ഉഷാകുമാരി. അപ്പോൾ ഒന്നുകൂടെ പറയാം, മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളിയാണ് PV ഉഷാകുമാരി. 12ാമത്തെ ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചാൽ ഏതാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം? പാകിസ്ഥാനിലെ ലാഹോറാണ്. പാകിസ്ഥാനിലെ ലാഹോറാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്ന് പഠിച്ചു വെക്കുക. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ് പാകിസ്ഥാനിലെ ലാഹോർ. 13ാമത് ചോദ്യം നോക്കാം. 2025 ലോക ബഹിരാകാശ വാര പ്രമേയം. 2025 ലോക ബഹിരാകാശ വാര പ്രമേയം ചോദിച്ചാൽ എന്താണ്? ബഹിരാകാശത്ത് ജീവിക്കുക എന്നതാണ്. ലിവിങ് ഇൻ സ്പേസ് എന്നതാണ്. ലിവിങ് ഇൻ സ്പേസ് എന്നതാണ് 2025 തീം. ബഹിരാകാശത്ത് ജീവിക്കുക എന്നതാണ് 2025 ലോക ബഹിരാകാശ വാര പ്രമേയം. അപ്പോൾ ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. 2025 തീം ചോദിച്ചാൽ ബഹിരാകാശത്ത് ജീവിക്കുക എന്നതാണ്. അപ്പോൾ ഒക്ടോബർ 4ന്റെ പ്രത്യേകത എന്താണ്? ഒക്ടോബർ 4 ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഏതാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? സ്പുട്നിക് 1 ആണ് അല്ലേ? സ്പുട്നിക് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അപ്പോൾ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? 1975. അപ്പോൾ 57 എന്നത് തിരിച്ചിട്ടാൽ 75 എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചു. ഇനി ഒക്ടോബർ 10ന്റെ പ്രാധാന്യം ചോദിച്ചാൽ എന്താണ്? ഒക്ടോബർ 10-നാണ് ഔട്ടർ സ്പേസ് ട്രീറ്റി നിലവിൽ വന്നത്. ഔട്ടർ സ്പേസ് ട്രീറ്റി നിലവിൽ വന്നിട്ടുള്ള വർഷം ചോദിച്ചാൽ ഔട്ടർ ട്രീറ്റി നിലവിൽ വന്നിട്ടുള്ളത് ഒക്ടോബർ 10-നാണ്. അപ്പോൾ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. 2025 പ്രമേയം ചോദിച്ചാൽ ബഹിരാകാശത്ത് ജീവിക്കുക എന്നതാണ്. ഇനി നോക്കാം 14ാമത് ചോദ്യം. 2025 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശ്രീനിധി സുരേഷ് ആണ്. തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ശ്രീനിധി സുരേഷ് ആണ് 2025 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 15ാമത് ചോദ്യം നോക്കാം. ക്യാൻസറിന് എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം. ക്യാൻസറിന് എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 15 ആനുകാലിക ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.